ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന വിശദീകരണവുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ്. ബന്ധുക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് റഫർ ചെയ്തത്. യുവതിക്കോ കുട്ടികൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും മെഡിക്കൽ കോളേജിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേർന്ന്. അനുമോദ്, ഈ വിഷയത്തിനകത്ത് കൃത്യമായ രീതിയിലുള്ള വിമർശനം മെഡിക്കൽ കോളേജിനെതിരെ ഉണ്ടായതാണ്. അപ്പോഴും ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനൊരു റഫർ ചെയ്തതുണ്ടായത് എന്നാണോ എന്ന വിശദീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ മെഡിക്കൽ കോളേജ്? അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? മെഡിക്കൽ കോളേജ് തയ്യാറാക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഈ മെഡിക്കൽ കോളേജിലെ ആരുടെയും വീഴ്ച കൊണ്ടല്ല എന്നവർ ന്യായീകരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ ഷെരീഫും ഭാര്യയും ഗർഭിണിയായ ഭാര്യയുമായിട്ട് ശനിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അപ്പോൾ പ്രാഥമികമായിട്ട് നടത്തേണ്ട പരിശോധനകൾ നടത്തി. തുടർന്ന് 10 മണിക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചപ്പോൾ ഇവരുടെ ആരോഗ്യനില, അതായത് ഗർഭിണിയുടെ അവരുടെ വയറ്റിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു. പ്രസവത്തിൻ്റെ സമയം ആയിരുന്നില്ല. അതുകൊണ്ട് അവർ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഇവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞെങ്കിലും അത് വേണ്ട, ഇത് കോവിഡ് ആശുപത്രി ആയതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്, അത് ഇന്ന ആശുപത്രിയാണെന്ന് ഇവർ എങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചു അവിടേക്ക് പോകാൻ എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അവരുടെ ഭാഗം വിശദമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ആംബുലൻസ് ഒരുക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതും ഇവർ നിരസിച്ചു എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. അവർ ന്യായീകരിക്കുന്നു. എന്നിട്ട് സ്വന്തം കാറിൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണമുള്ളത്. അതായത് സംഭവിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ്, ഈ ഷെരീഫിനും അവരുടെ ഒപ്പമുള്ളവർക്കും മാത്രമാണ് എന്ന മട്ടിൽ ന്യായീകരിച്ച് കൈ കഴുകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആദ്യ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് കോവിഡ് ആശുപത്രിയാണെങ്കിലും അവരെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അതിന് ഷെരീഫും ഒപ്പമുള്ളവരും താല്പര്യം പ്രകടിപ്പിച്ചില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം കോഴിക്കോട്ടേക്ക് റഫർ ചെയ്ത് വാങ്ങിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് ആദ്യത്തെ പ്രാഥമികമായിട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടുള്ളത്. അതായത് ഒരു തരത്തിലുള്ള വീഴ്ചയും മെഡിക്കൽ കോളേജിന് സംഭവിച്ചിട്ടില്ല, മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കുന്ന തരത്തിലാണ് അവരുടെ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത്. അനുമോദ്, ഇത് വാക്കാൽ മാത്രമാണോ ഈ റിപ്പോർട്ടിനകത്തുള്ളത്? അതല്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യണമെന്നും ആവശ്യപ്പെടുകയോ അങ്ങനെ എഴുതി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടോ? ഞാൻ അനുമോദിലേക്ക് വരാം. അനുമോദ്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഷെരീഫ്, കുട്ടികളുടെ അച്ഛൻ ഷെരീഫ് നമുക്കൊപ്പം ചേരുന്നു. ഷെരീഫ്, കൃത്യമായ രീതിയിൽ നിങ്ങൾ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. നിങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ അവഗണന എല്ലാം പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് പറയുന്നത് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ പറഞ്ഞതല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്, നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടാണ് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ റെഫർ ചെയ്തത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരണം? ഇതില് 1-ാം പ്രതിയാണ് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്. സൂപ്രണ്ട് അയാളെ റിപ്പോർട്ട് എഴുതി കൊടുക്കണം. അത് മന്ത്രി പോയി വായിക്കുക. അത് നമ്മോട് ചോദിക്കണ്ടേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ഒന്ന് ചോദിക്കാൻ പോലും സൂപ്രണ്ടും മന്ത്രിയും തയ്യാറാണില്ല. എനിക്ക് ഇന്നലെ രാത്രി വിവരം കിട്ടിയണേ, ഇതാണ് റിപ്പോർട്ട് എന്നുള്ളത് എനിക്ക് വിവരം കിട്ടിയണേ. ഞാൻ അപ്പം മുതൽ മന്ത്രിനെ വിളിക്കുന്നുണ്ട്. മന്ത്രി ഫോൺ എടുക്കണില്ല. എന്റെ 2 കുട്ടികൾ മരിച്ച് എന്നിട്ടും ഇപ്പോഴും എന്നെങ്ങനെ പീഡിപ്പിച്ചോണ്ടിരിക്കുക, ആളുകളുടെ ഇടയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ നിർബന്ധിപ്പിച്ച് പോരാ. ഞാന് പുലർച്ചെ 4:30 അവിടെ എന്റെ പെണ്ണിന്റെ പ്രസവം പ്രതീക്ഷിച്ചിട്ടാ. എന്റെ കുട്ടികൾക്കുള്ള ഉടുപ്പും കിടക്കകളും വിരിപ്പും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ പോണത്. എന്നിട്ട് വന്നപ്പോ തന്നെ എടുക്കൂലെന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാ ലേബർ റൂമൊക്കെ കയറ്റിയത്. ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നിർബന്ധിപ്പിച്ചിട്ട് പോകുന്നെന്ന് പറയാം. ഈ സൂപ്രണ്ടാണ് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നത്. മന്ത്രി ഒരു പെണ്ണല്ലേ, സൂപ്രണ്ട് പോട്ടെ. പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിക്ക് അതിന്റെ വേദന അറിയില്ലേ? എന്റെ പെണ്ണ് ഇവിടെ പ്രസവിച്ച് വേദനയായിട്ട് ഈ കുട്ടികൾ മരിച്ച വേദനയും കൂടെ സഹിച്ചു കിടക്കുക. എന്നിട്ട് ഒരു മനുഷ്യത്തില്ലാത്ത സമീപനം മന്ത്രി എന്ന് പറയണേ.
ഷെരീഫ് ആ ദുഃഖം മനസ്സിലാക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ ചോദിക്കുകയാണ്, കാരണം ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ സത്യം എന്താണെന്ന് ജനങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് കൂടിയാണ് താങ്കൾ ഇത്ര ദുഃഖത്തിലാണെങ്കിലും വീണ്ടും ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നത്. അതിൽ ഖേദിക്കുന്നു. ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്, ഈ റിപ്പോർട്ടിനകത്തുള്ളത്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പരിശോധന നടത്തുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഷെരീഫിന്റെ ഭാര്യയ്ക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ആരോഗ്യനിലയിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പ്രസവ സമയമായിരുന്നില്ല. അങ്ങനെയായിരുന്നോ കാര്യങ്ങൾ സംഭവിച്ചത്? അതായിരുന്നോ രാവിലെ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ 4:30 അവിടെ പുലർച്ചെ എത്തിയിട്ട് എടുക്കൂലെന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിപ്പിച്ചിട്ടാ ലേബർ റൂമൊക്കെ കൊണ്ടുപോയത്. എന്നിട്ട് ഒരു 8 മണി 8:30 എന്നോട് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയിക്കോളൂ, ഇവിടെ കോവിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കോവിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നോക്ക് നല്ല വേദന ഉണ്ടായിട്ട് പോകുന്നതാണ്, ഇനി വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അത് പറ്റൂല, അവർക്ക് വേദന ഒന്നും ഇല്ല. ഇവര് ഇങ്ങനെ ഇങ്ങോട്ട് തട്ടിക്കയറി. എന്നിട്ട് പിന്നെ ഒരു ഡിസ്ചാർജ് കാർഡ് എഴുതി വെച്ചു. എഴുതി വെച്ചതിന്റെ ശേഷം പിന്നെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഓർക്ക് നല്ല വേദന ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ 10 മണിയാണ്. അപ്പൊ 10 മണിക്ക് ഞങ്ങളോട് പറഞ്ഞു പോവേണ്ട ആവശ്യമില്ല, വേറെ ഡോക്ടറാ പറഞ്ഞത്. ഡോക്ടർ ആരാന്ന് എനിക്ക് അറിയില്ല. പോവേണ്ട ആവശ്യമില്ല, ഒക്കെ നല്ല വേദന ഉണ്ട്, ഇപ്പൊ കൊണ്ടുപോയാൽ ശരിയാവൂല, 9ാം മാസമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇനി പോകൂലെന്ന് ഉറപ്പിച്ച് വെക്കേന്. അപ്പോഴാ പിന്നെ 11:45 ഞങ്ങളോട് പോകാൻ പറയണത്. അപ്പൊ എന്താ പിന്നെ ഞങ്ങളങ്ങനെ നിർബന്ധിച്ച് പോരാ? ഞാൻ അവളെ പ്രസവത്തിന് കൊണ്ടുപോയതല്ലേ, വേദന എടുക്കണ പെണ്ണിനെയും കൊണ്ട് ഞാൻ വേറെ വണ്ടിയിൽ പോരുമോ? എനിക്കറിയാം, ഓളെ കോഴിക്കോട് കൊണ്ടുപോകുമ്പോ വണ്ടിയിൽ കടന്നിട്ടും എണീറ്റ് നിന്നിട്ടും വേദന കൊണ്ട് അവൾക്ക് അറിയായിരുന്നു. ഞാൻ സങ്കടം അടക്കി പിടിച്ച് ഓളെ ആശ്വസിപ്പിച്ചിരിക്കേന് വണ്ടിയിൽ. എന്നിട്ട് ഇവര് പറയുന്നുണ്ടല്ലോ പ്രസവമായിട്ടില്ലാന്ന്. ഞാൻ ശനിയാഴ്ച രാവിലെ അവിടെ എത്തി. ഞായറാഴ്ച ഒരു 11 മണി ആയപ്പോ തന്നെ ഇവൾക്ക് ബ്ലീഡിങ് തുടങ്ങിയിട്ടുണ്ട്, ഇവളെ മൂത്രം പോകണില്ല, പിന്നെ വെള്ളപ്പൊക്കുണ്ട്, എന്നാ വികസനം ഇല്ല. അപ്പൊ സിസേറിയന് ഉറപ്പിച്ച് നിൽക്കുക ഡോക്ടർമാര്. അപ്പൊ പിന്നെ എങ്ങനെ ഇവര് പ്രസവമായിട്ടില്ല എന്ന് പറയാം? ശനിയാഴ്ച മഞ്ചേരി കാണിച്ച് ഞായറാഴ്ചയോളം സിസേറിയൻ ചെയ്തില്ലേ? ഇത്ര അല്ലാതെ ഇനി എന്നാ ഇവർക്ക് പ്രസവത്തിന്റെ തീയതി അടുക്കുക? മണിക്കൂറുകളല്ലേ മഞ്ചേരിന്ന് പോകുന്ന, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ സിസേറിയൻ ചെയ്തില്ലേ? ഇതൊക്കെ പിന്നെ എന്തിന്റെ തെളിവാ? ഇതിന്റെ മന്ത്രി ഒരു പെണ്ണല്ല മന്ത്രിക്ക് ഇത് മനസ്സിലാവൂലേ? മന്ത്രി അതായത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല? ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയുടെ പേരൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല? ഞാനെങ്ങനെ സ്വകാര്യ ആശുപത്രിക്ക് പോവുക? ഞാൻ എങ്ങനെ പോവുക? ഷെരീഫാണ് കൂടുതൽ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പോലും പ്രയാസമുണ്ട്. ഷെരീഫ്, ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട്, മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം പൂർണ്ണമായും ഈ വിഷയത്തെ മാറ്റിമറിക്കലാണെന്നുള്ള ആരോപണമാണ് ഷെരീഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 1ാം പ്രതിയാണ് സൂപ്രണ്ട്. ആ സൂപ്രണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സൂപ്രണ്ടും മന്ത്രിയും ഈ വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നല്ലാതെ തന്നോട് ഈ വിഷയത്തിൽ അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് ഷെരീഫ് ന്യൂസ് 8നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ ആരോഗ്യമന്ത്രിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഈ മിനിറ്റ് വരെ എന്നുകൂടി ഷെരീഫ് ന്യൂസ് 8നോട് അല്പം മുൻപ് പ്രതികരിച്ചു. വിശദാംശങ്ങളാണ് അനുമോദം നൽകിയത്. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരുടെ റിപ്പോർട്ട് റെഫർ ചെയ്തത് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടും വിശദാംശങ്ങളാണ് അനുമോദം നൽകിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷെരീഫ് ന്യൂസ് 8നോട് പ്രതികരിച്ചത്.